ഇടുക്കി ടീമിന്റെ വണ്ടി ഇപ്പോൾ ചെന്ന് നിൽക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയായ കമ്പമെട്ടിലാണ്. അവിടെയും ഒരു കാണാക്കാഴ്ച ഉണ്ട് എന്നാണ് സന്ദീപ് രാജാക്കാട് അവകാശപ്പെടുന്നത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമസ്കാരം. നമ്മൾ ഒരിടത്ത് വന്നേക്കാണ്. കാഴ്ചകൾ തേടിയുള്ള യാത്ര കുറച്ച് ദിവസമായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ആരംഭിച്ചപ്പം നമ്മുടെ ഒരു പഞ്ചായത്ത് മെമ്പറാണ്, കരുണാപുരം പഞ്ചായത്ത്. അതെ അതെ, കരുണാപുരം പഞ്ചായത്ത് മെമ്പറാണ്. അപ്പോൾ നമ്മുടെ ഈ കാഴ്ചകളും വാർത്തകളും കണ്ടുകൊണ്ട് ഇവിടെ ഒരു കാഴ്ചയുണ്ട് എന്ന് പറഞ്ഞ് മാഡം നമ്മളെ വിളിച്ചിട്ട് വന്നതാണ്. ഇത് ഏതാ സ്ഥലം നമ്മൾ വന്നേക്കുന്നത്? ഇത് കമ്പമെട്ടിനടുത്ത് മൂങ്കിപ്പള്ളം എന്ന് പറയുന്ന സ്ഥലമാണ്. മൂങ്കിപ്പള്ളം ഒത്തിരി ആളുകളൊക്കെ വരുന്നതാണോ? ഇവിടെ കുറേ ആളുകളൊക്കെ വരാറുണ്ട്, ടൂറിസ്റ്റുകളൊക്കെ ഇതിലേക്കൂടെ വരാറുണ്ട്. പക്ഷെ ദൂരേക്കധികം ആളുകൾക്ക് അറിയില്ല ഈ സ്ഥലത്തിൻ്റെ മനോഹാരിതയെ പറ്റി. എന്തായാലും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതൊരു വാച്ച് ടവറാണ്, ചെറുത്. ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തമിഴ്നാട് കാണാം. പക്ഷെ മെമ്പർ പറഞ്ഞത് ഇതിലെ നമുക്ക് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്നാൽ ആ മനോഹരമായിട്ടുള്ള കാഴ്ച കാണാമെന്നാണ്. അപ്പോൾ അങ്ങോട്ട് പോവാം. മറ്റ് തമിഴ്നാടിൻ്റെ മറ്റ് മേഖല വ്യൂ പോയിന്റ് കാണുന്ന പോലെയല്ല എന്നുള്ളതാണ് ഈ വ്യൂ പോയിന്റിന്റെ പ്രത്യേകത. കാരണം തമിഴ്നാട് വളരെ തൊട്ടടുത്ത്, നമ്മൾ നിൽക്കുന്ന ഒരു 3000 അടി ഉയരം കാണും അല്ലേ? തീർച്ചയായിട്ടും 3000 അടി മേളിലേക്ക് കാണുമെന്നാണ് വിശ്വസിക്കുന്നത്. ഈ 3000 അടി മുകളിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കുമ്പം ഈ പശ്ചിമഘട്ട മലനിരകളിലെ ഈ പച്ചപ്പിങ്ങനെ താഴേക്ക് ഒഴുകി ഇറങ്ങി പലയിടങ്ങളിലേക്ക് ചെന്നേക്കുന്ന പോലെ നമുക്ക് തോന്നും. അത്രയ്ക്ക് മനോഹരമാണ് ഈ തമിഴ്നാട്ടിലെ ഈ കൃഷിപ്പാടങ്ങൾ കാണാൻ വേണ്ടിയിട്ട്. ഈ താഴെ കാണുന്നത് മുഴുവനും മാന്തോപ്പുകളാണ്. അത് വളരെ വ്യക്തമായിട്ട് കാണാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. നമ്മൾ രാമക്കൽമേട്ടിലൊക്കെ പോകുമ്പോൾ ഇത്രയും വ്യക്തമായിട്ട് കാണാൻ സാധിക്കത്തില്ല. ഇത് വളരെ വ്യക്തമാണ്. മാന്തോപ്പുകളും അതുപോലെ തന്നെ വണ്ടി പാസ് ചെയ്യുന്നു എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കൃഷിസ്ഥലങ്ങൾ ഓരോന്നും വളരെ വ്യക്തമാണ് ഇവിടെ. അങ്ങനെ നമുക്ക് മറ്റൊരിടത്തും കാണാൻ കഴിയാത്ത ഒരു പ്രത്യേകതയുണ്ട്. വളരെ വിസ്തൃതമായ തമിഴ്നാടിന്റെ ഏതാണ്ട് പൂർണ്ണമായി കാണുന്ന പോലെ തോന്നുന്നു. അതെ അതെ അതെ, വളരെ ദൂരെ വരെ നമുക്ക് കാണുവാനും സാധിക്കും. അതുപോലെ തന്നെ പച്ചപ്പ് പറഞ്ഞ പോലെ വളരെ ഭംഗിയാണ്. രാത്രി കാലത്താണെങ്കിൽ ഭയങ്കര രസമാണ്. അടുത്തെല്ലാം ലൈറ്റുകളെല്ലാം ഇടുമ്പോൾ വളരെ രസമുണ്ട്. ഇതിപ്പോ ശരിക്കും തമിഴ്നാടാണ്. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാടാണ്. ബോർഡറിൽ നിന്ന് നമ്മൾ അല്പം താഴേക്കാണ് ഇറങ്ങിയത്. പഞ്ചായത്ത് മെമ്പർ ആണെങ്കിലും ഇവിടുത്തെ ടൂറിസം വികസനം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പാടായിരിക്കും. അതെ അതെ, ഇതിപ്പോൾ തമിഴ്നാടിൻ്റെ ആയതുകൊണ്ട് ഇവിടെ പിന്നെ നമുക്ക് നമ്മുടെ കേരളത്തിൻ്റെ ബൗണ്ടറി നിന്നുകൊണ്ട് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അത് എന്തായാലും അങ്ങനെയാണ്. ഈ ഒരു മനോഹര കാഴ്ച, ഈ തമിഴ്നാടൻ കാഴ്ച കേരളത്തിൻ്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കാമെന്നാണ് പഞ്ചായത്ത് മെമ്പർ പറയുന്നത്. എന്തായിരുന്നാലും നമുക്ക് ആ കുറച്ച് ദൃശ്യങ്ങൾ ഒന്ന് കാണാം. അതിമനോഹരമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ അണക്കരമേടിൻ്റെ ആയിരുന്നു. അണക്കരമേട്ടിൽ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ തമിഴ്നാടിൻ്റെ വ്യൂ കാണാൻ പറ്റുന്നത് അവിടെ ആയിരുന്നായിരുന്നു. പക്ഷേ അത് ഞാനൊന്ന് മാറ്റി പറയുകയാണ്. ഏറ്റവും വിദൂരമായ ഏരിയ, വളരെ ദൂരത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന, മനോഹരമായി ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം എന്ന് പറയുന്നത് മൂങ്കിപ്പള്ളം ഈ വ്യൂ പോയിന്റിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ നിന്ന് കിലോമീറ്റർ നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ കുമളി ഭാഗത്തേക്കും അതുപോലെ തേനി, മധുര ആ ഭാഗത്തേക്കുമുള്ള അതുപോലെയുള്ള വ്യൂസ് നമുക്ക് കാണാൻ സാധിക്കുന്നു. മാത്രമല്ല ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ മരങ്ങൾ അത്ര അടുത്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ നിന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് നോക്കുമ്പം ഈ ഒരു ഏരിയ ഏതാണ്ട് തീർന്നു. ഇനിയിപ്പോൾ ഭൂമിയുടെ ഒരു അറ്റത്ത് വന്ന് നിൽക്കുന്ന ആ ഒരു പ്രതീതി നമുക്ക് കിട്ടും. അത്രയധികം കാഴ്ചകൾ വിദൂരമാണ്. അതിനപ്പുറത്തേക്ക് ഒരു ആകാശം കൊണ്ടങ്ങ് തീർന്നു പോവുകയാണ് എന്ന് തോന്നും. എന്തായിരുന്നാലും കാഴ്ചകൾ അതിമനോഹരമാണ്. ഈ കാഴ്ചകൾ ഇവിടെ തന്നെ കാണും, നിങ്ങൾക്കും വന്ന് കാണാം. അപ്പം ഈ മൂങ്കിപ്പള്ളത്തേക്ക് കമ്പമെട്ടിൽ വന്നു കഴിഞ്ഞാൽ വളരെ കുറച്ച് ദൂരമുള്ളൂ അല്ലേ? എന്തായാലും അവിടുന്ന് 1 കിലോമീറ്റർ വന്നാൽ കമ്പമെട്ടിൽ നിന്ന് വന്നാൽ ഇവിടെ എത്താം. അപ്പോൾ 1 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. വന്ന് കണ്ട് ആസ്വദിച്ച് പോകാവുന്നതാണ്. മറ്റ് യാതൊരുവിധ ശല്യങ്ങളുമില്ല. അപ്പം പ്രേക്ഷകർക്ക് വേണ്ടി ഈ കാഴ്ചകൾ ഇവിടെ തന്നെ ഉണ്ടാകും. മറ്റൊരു കാണാക്കാഴ്ച തേടിയുള്ള യാത്ര ഇവിടെ നിന്നും ഞങ്ങൾ തുടരുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് സന്തോഷ് ശേഖർക്കൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട്, ഇൻ റിപ്പോർട്ടർ, ഇടുക്കി. ഓരോ യാത്രയിലും പുതിയ പുതിയ കാഴ്ചകളുണ്ട് ഇടുക്കിയിൽ. അപ്പോൾ ഇടുക്കിയിലേക്കുള്ള ഒരു യാത്ര മിസ്സാക്കേണ്ട. പോകാൻ ഇഷ്ടപ്പെടുന്നവരൊക്കെ പോവുക.